ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഇന്നത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇതൊരു വെടിക്കെട്ട് സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. അതായത് നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് നമ്മുടെ 10 മൈലാണ് കേട്ടോ. ഇത് 10 മൈൽ ജംഗ്ഷൻ്റെ അവിടെ നിന്നുണ്ട്. അപ്പോൾ നേരെ വലത്തോട്ട് തിരിഞ്ഞാൽ നമ്മളത് കാൽവരി മൗണ്ട്. ഈ സ്ഥലം പ്രത്യേകം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഏത് സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ കട്ടപ്പന ആ സ്റ്റാൻഡിലോ അവിടെ നിന്ന് ഇറങ്ങിയാലും നമുക്ക് അവിടെ നിന്ന് ബസ് കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഈ 10 മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ബസ് എത്തും. പിന്നെ അവിടെ നമുക്കിത് നടന്നു വരേണ്ട ദൂരമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഈ കാൽവരി മൗണ്ട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് മറ്റൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വലിയൊരു കുരിശുമല ഉണ്ട്. അപ്പോൾ ഈ ദുഃഖവെള്ളിയാഴ്ച സമയങ്ങളിൽ ഒരുപാട് ചർച്ചകളിൽ നിന്ന് ഇങ്ങനെ ആളുകൾ ഈ കുരിശുമല കയറാനായിട്ട് വരുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് പറയുന്ന ഈ സ്ഥലം തന്നെയാണ് കേട്ടോ. ഈ കാൽവരി മൗണ്ടിൽ നമുക്ക് നിങ്ങൾ ഫസ്റ്റ് ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് കറക്റ്റായിട്ട് മനസ്സിലായിരിക്കും. പിന്നെ അത് ഈ തേയിലത്തോട്ടം നമുക്ക് വേണമെങ്കിൽ സൈഡിലേക്ക് നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. ഇനി അതുപോലെ ഇത് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഇവിടെ ആ കാണുന്ന ഒരു കപ്പലിൻ്റെ രൂപം, അത് ശരിക്കും ഒരു കപ്പലാണ് കേട്ടോ. അവരിങ്ങനെ പണി കഴിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട്. നമുക്ക് അതിനകത്തൊക്കെ കയറാം. പക്ഷേ അവിടെ പാസ് എടുക്കണം കേട്ടോ. അവിടെ ഏകദേശം ഒരാളിന് 50 രൂപ പാസം കണ്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉൾഭാഗത്ത് കയറാം. പിന്നെ ഇത് തൊട്ട് മുകളിലായിട്ട് ഒരു മത്സ്യകന്യയുടെ രൂപമൊക്കെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളുണ്ട് ഈ പോകുന്ന വഴിക്ക് തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്നും കാര്യമാക്കേണ്ട, വേണമെങ്കിൽ കയറാം. പിന്നെ ഇവിടെ അടുത്തായിട്ട് ഈ തൊട്ട് താഴെ കാണുന്നത് നമുക്ക് കോഫിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കടയും സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇനി മെയിനായിട്ട് നമ്മളിത് വീണ്ടും പോകണം കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ കട്ടപ്പന ഭാഗങ്ങളിലൊക്കെ നമ്മൾ വലിയ ടൂർ ബസ്സോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ വാഹനങ്ങളിലൊക്കെ വരികയാണെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ അല്ലാതെ നമുക്ക് ഈ ഫാമിലിയായിട്ടൊക്കെ വരികയാണെങ്കിലും തീർച്ചയായിട്ടും ഇവിടുത്തെ റോഡുകൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതായത് അത്യാവശ്യം നല്ലപോലെ കയറ്റവും നല്ല ഒടിവും വളവും തിരിവൊക്കെയാണ്. അപ്പോൾ ഇച്ചിരി നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അല്ല നമ്മൾ വെറുതെ അപകടങ്ങളൊക്കെ വിളിച്ചു വരുന്നതായിരിക്കും. കാര്യം അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഈ പോകുന്ന ഞാനിവിടെ പോയിരുന്ന പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ടോ, നല്ലപോലെ അത്യാവശ്യം വളവും തിരിവൊക്കെയാണ്. പിന്നെ എൻ്റെ മാമൻ്റെ മോൻ തന്നെയാണ് കേട്ടോ ഈ വാഹനം ഓടിക്കുന്നത്. അവരവിടെ കട്ടപ്പനയിൽ വാഹനം ഓടിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഈ സ്ഥലങ്ങളൊക്കെ അറിയാം, ഇവിടുത്തെ റോഡുകളറിയാം, എല്ലാ വളവും തിരിവും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇനി ഞാൻ അതൊന്നും പറയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും വരുന്നവർ അത്രയും സൂക്ഷിച്ച് വരിക. പിന്നെ ഇവിടുത്തെ എനിക്കൊരു ഏറ്റവും പ്രത്യേകത തോന്നിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് വരെ, ഈ മുകൾ ഭാഗം വരെ, അതായത് ഈ കാൽവരി മൗണ്ട് ആ ഒരു നിരപ്പ് വരെ വാഹനം വരും. അപ്പോൾ ഇത്തിരി വാർദ്ധക്യം വന്നവരായാലും മുട്ടുവേദനയ്ക്കുള്ള അങ്ങനെയുള്ള ഉള്ളവർക്കും തീർച്ചയായിട്ടും ഇവിടെ എല്ലാം വന്ന് അടിച്ച് കറങ്ങാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ആ എൻട്രൻസ് ഭാഗങ്ങൾ. അപ്പോൾ ഈ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കുരിശുമലയാണ് കേട്ടോ. ഞാനത് ഇടയ്ക്കൊന്ന് കാണിച്ചു തരാമേ. അപ്പോൾ ഇവിടെ നമ്മളിതിങ്ങനെ വലത്തോട്ട് വാഹനം പാർക്ക് ചെയ്യുന്നു. ഇതിൻ്റെ വലത് സൈഡിലായിട്ട് തന്നെയാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. ഒരാളിന് 25 രൂപ വെച്ച് നമ്മൾ ടിക്കറ്റ് എടുക്കണം. പിന്നെ ഈ വാഹനത്തിന് പ്രത്യേകിച്ചുള്ള പാസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ പാസ് എടുത്തതിന് ശേഷം നമുക്കിത് നേരെ ഇങ്ങോട്ട് നടന്നു പോകണം. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടും പോകാം കേട്ടോ. ഇത് ഈ കാണുന്ന റോഡ് നമ്മളെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ, അവിടെ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ റൂമൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണുന്നില്ലേ, ഹോം സ്റ്റേ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് അതൊക്കെ വാടകയ്ക്ക് എടുത്ത് നമുക്ക് അവിടെ താമസിക്കാം. ഇനി അത് കഴിഞ്ഞ് അങ്ങോട്ട് കുറച്ചുകൂടെ പോയിരുന്നാലും നല്ല തേയിലത്തോട്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും ആ മുകൾ ഭാഗത്തും വാഹനം പോകും. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് പോകേണ്ട വഴി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറമാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. അതായത് നമ്മളെ ഇരട്ടയാറിൽ, അതായത് നമ്മൾ ഇടുക്കിയിലെ ആ ഒരു ജലം കിടക്കുന്നില്ലേ, ഇരട്ടയാറിലെ വെള്ളം കിടക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഒരുപക്ഷെ അവിടെയുള്ളവർക്ക് വലിയ ഇതൊന്നും കാണത്തില്ല, ഇരട്ടയാറിലെ ആ ഒരു വെള്ളം കാര്യങ്ങളൊക്കെ. പക്ഷേ നമുക്ക് എന്നെ സംബന്ധിച്ചോളം തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഇതൊക്കെ ഈ കാഴ്ച കാണാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ കണ്ണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര കണ്ണിന് കുളിർമയായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാഴ്ച ഒന്ന് താഴോട്ട് നോക്കി ചങ്ങന്മാരെ. പിന്നെ നവംബർ ഡിസംബർ ആ സമയങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ വെള്ളം ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. കംപ്ലീറ്റ് മഞ്ഞായിരിക്കും ആ സമയങ്ങളിൽ. നല്ല കോടമഞ്ഞായിരിക്കും. അതുപോലെ തന്നെ കോടമഞ്ഞ് ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ അതായത് നമുക്ക് ചിലപ്പോൾ ഈ വെള്ളമൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ അത്യാവശ്യം നല്ലപോലെ കോടമഞ്ഞ് ഇങ്ങനെ കാറ്റത്തൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പോയത് ഏകദേശം നമ്മളിപ്പോൾ ഒരു മാർച്ച് സമയം ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. ഇത് നല്ല തെളിഞ്ഞ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല ഉച്ച സമയം കൂടെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് ഫോട്ടോഷൂട്ടും അങ്ങനെയുള്ള സകല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ആൽബം ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്താ പറയുക, ഇവിടെയൊക്കെ ഈ ഇട സൈഡ് കാണുന്ന ഈ ഷെഡിലേക്ക് അവിടെ നിന്ന് നിൽക്കാം. പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് ഒന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വീഡിയോസ് കാര്യങ്ങൾ പിടിച്ചു കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ. ഇനി ഇതും കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയി കുറച്ചുകൂടെ കുന്നിൻ ചെരുവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നിന്ന് നോക്കിയിരുന്നാലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കുഞ്ഞുമക്കളൊക്കെ ആയിട്ട് പോകുന്ന മാതാപിതാക്കൾ
അല്ലെങ്കിൽ ടൂർ പോകുന്ന അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നൊക്കെ അങ്ങനെ ടൂർ പോകുന്ന തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. കുഞ്ഞുമക്കളെ അതുപോലെ കുഞ്ഞുകുട്ടികളെയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുക. കാര്യം നല്ല ഒരു സ്ഥലമാണ്. പക്ഷേ അറിയാമല്ലോ, ഇത് ഈ കാണുന്ന പ്ലേസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെയൊക്കെ ഈ നല്ല നമ്മൾ സുരക്ഷയ്ക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം അവിടുത്തെ നിയമങ്ങൾ പാലിച്ചു വേണം പോകാൻ. പിന്നെ പ്ലാസ്റ്റിക്കോ മറ്റു കാര്യങ്ങളൊന്നും നമ്മളവിടെ വഴിയിലൊന്നും വലിച്ചെറിയാൻ പാടില്ല. അപ്പോൾ ഈ കാഴ്ചകൾ കണ്ട് നമ്മളെവിടെ തിരിഞ്ഞാലും കേട്ടോ, ഈ കട്ടപ്പന എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്രകൃതി എന്താ പറയുക, ഇങ്ങനെ അങ്ങ് അനുഗ്രഹിച്ച് ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ച് നൽകിയിരുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ, എവിടെ തിരിഞ്ഞാലും നല്ല മനോഹരമായിട്ടുള്ള കുന്നും ചെരുവുകളും കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ മറ സൈഡിലൂടെ ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ ആ ഒരു കുരിശുമല, ഞാൻ അതോടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ അറ്റത്തോട്ട് നോക്കണം കേട്ടോ. ഇവിടത്തേക്ക് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് സുഹൃത്തുക്കളെ വന്നിങ്ങനെ ഈ ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. നമുക്കവിടെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ഞാൻ ഈ ഇട സൈഡിലുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ സൈഡ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കും കാണിച്ചു. അപ്പോൾ ഈ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളെ ഒരു കുരിശുമല. അപ്പോൾ ഇതിൻ്റെ വഴി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പുറത്ത്. പക്ഷേ ഈ കുരിശുമലയുടെ മുകളിൽ നിന്നാൽ കുറച്ചുകൂടെ കാണാൻ ഭയങ്കര മനോഹരമാണ് കേട്ടോ. അതായത് ഇതിൻ്റെ മറു സൈഡും നമ്മളെ കയറി വന്ന ആ സൈഡും എല്ലാം നല്ല ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിലോട്ട് വീണ്ടും ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകാരെ, നിങ്ങൾ ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട സ്ഥലം തന്നെ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഈ ഷെഡിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊക്കെ നമുക്കിവിടെ ടോയ്ലറ്റ് മറ്റ് സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ ഒരു കുഴപ്പങ്ങളുമില്ല. നല്ല വൃത്തിയുള്ള നല്ല ടോയ്ലറ്റ്, എല്ലാ സൗകര്യങ്ങളും അവിടെ നമുക്കായി അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ സ്ഥലങ്ങളിൽ കട്ടപ്പന പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്ഥലത്ത് പോകാൻ മറക്കരുത്. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ, അടിപൊളിയാണ്. കാഴ്ചകളൊക്കെ കണ്ട് നല്ല ആസ്വദിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ കൂടെ നമുക്കൊരു വഴി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുവഴി ഇങ്ങനെ എൻ്റെ മാമൻ്റെ മകൻ ഇങ്ങനെ കയറി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ, പക്ഷേ അവനെ അറിഞ്ഞില്ല കേട്ടോ, ഞാനിങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ക്യാമറയുടെ എത്തുമ്പോൾ അവനൊരു ചമ്മലുണ്ട് കേട്ടോ. അവനൊരു ചിരിയും ചിരിച്ചിട്ട് പോകുന്നൊരു ഡയലോഗ്, ആ ഒരു പോക്കുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ മുൻപ് പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഓടുകയാണ് കേട്ടോ. അപ്പോൾ ചങ്കളെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ സ്ഥലത്തിന് 10-ാം മൈലെന്നും പറയും കേട്ടോ. അങ്ങനെ നമ്മുടെ 10-ാം മൈലിലെ കാഴ്ചകൾ കഴിഞ്ഞു കേട്ടോ. കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇതിപ്പം വെക്കേഷൻ സമയമാണല്ലോ, ഫാമിലിയോടൊക്കെ വരാനൊക്കെ അടിപൊളിയാണ്. എല്ലാ സജ്ജീകരണം ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സജ്ജീകരണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരി എന്നാൽ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.